കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. തിങ്കളാഴ്ച ആയിട്ട് കൂടി ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമല്ലേ, വൈശാഖ മാസം. അപ്പോൾ അതിൻ്റെ തിരക്കായി. തിങ്കളാഴ്ചയാണ്, എന്നാലും വെക്കേഷനാണ്, വൈശാഖ മാസമാണ്. അതുകൊണ്ടൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. കൊടിമരം വഴി തന്നെയായിരുന്നു ഉച്ച പൂജ വരെയും വിട്ടത്. അതിനുശേഷം പിന്നെ അങ്ങനെ കുറച്ച് സമാധാനമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. എന്നാലും ക്യൂ ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും തൊഴാനായിട്ട് ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലേക്ക് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് തൊഴാം. അവിടെ എത്ര തിരക്കുണ്ടെങ്കിലും അത് തിരക്ക് ബാധിക്കില്ല. വളരെ സുഖമായിട്ടുള്ള ദർശനമായിട്ട് നമുക്ക് കിട്ടും. അവിടുന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് മുട്ടൊക്കെ അറുത്ത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളം കൊതിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ വാതിൽപ്പടി കഴിഞ്ഞ് അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ശ്രീലകത്തു നിന്നുള്ള പ്രകാശ രേണു നമ്മളിലേക്ക് എത്തുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അതോടൊപ്പം തന്നെ നമ്മൾ ഇടത്തെ സൈഡിലേക്ക് തിരിഞ്ഞ് മേൽപ്പത്തൂരിൻ്റെ ഇരുന്ന് എഴുതിയിരുന്ന ആ പീഠം കാണാം. അതൊന്ന് നോക്കി സ്മരിച്ചു അദ്ദേഹത്തെ. അതേപോലെ വലതുവശത്തെ ആ തൂണ് കാണുമ്പോൾ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് കണ്ട് തൊഴാം. അതിനുശേഷം നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാൽപാദങ്ങൾ ഇങ്ങനെ കാണുന്നു, ഉണ്ണിയുടെ അങ്ങനെ കാൽത്തടകൾ കാണുന്നു. അങ്ങനെ നല്ല പട്ട് ഞൊറിഞ്ഞെടുത്ത്, നല്ല മഞ്ഞ പട്ട് ഞൊറിഞ്ഞെടുത്ത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അരഞ്ഞാണം, പൊന്നരഞ്ഞാണം അങ്ങനെ ചാർത്തിയിട്ടുണ്ട്, അരമണി കിങ്ങിണി. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ കഴുത്തിലൊരു മാങ്ങാമാലയുണ്ട്, ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. പിന്നെ കൈവളകൾ കാണാനുണ്ട്. ഒരു പൊന്നോടക്കുഴൽ ഇങ്ങനെ വിളിച്ച് നിൽക്കണം, പൊന്നോടക്കുഴൽ പിടിച്ച് നിൽക്കുക. പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. രണ്ട് നല്ല പീലി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കളഭം കൊണ്ട്. ഗോപി തിലകം തൊട്ടിട്ടുണ്ട്. ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, കാതിൽ തോൾവളകളുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു അലങ്കാരം. ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്. ഇന്നത്തെ കളഭാലങ്കാരം ഉണ്ടായിരുന്നത് മുന്നൂലം നവനീത് ഓദിക്കനാണ്. മുന്നൂലം നവനീത് ഓദിക്കൻ. വളരെ മനോഹരമായിട്ടുള്ളൊരു ചാർത്താണ് കാണാനുള്ളത്. ആ ഓടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ. പിന്നെ തിരുമുടിമാലകൾ 2 ഉണ്ട്, തെച്ചിയും തുളസിയായിട്ടുള്ളതും. പിന്നെ ഉണ്ടമാലകൾ 2 ആയിട്ടുണ്ട്. അത് തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടും. വെളുത്ത പൂവിന് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അങ്ങനെ 2 2 തിരുമുടിമാലകളും 2 ഉണ്ടമാലകളും. പിന്നെ മുകളിൽ വിധാനമായിട്ട് 4 തുളസിമാലകൾ കാണാനുണ്ട്. മൊത്തത്തിൽ ആകെ നല്ല രസമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ആ ഗോപീതിലകവും പൊന്നോടക്കുഴലൊക്കെ ഇങ്ങനെ തിളങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുതോളും, പ്രാർത്ഥിച്ചോളും. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് അവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ ആ അഗ്നികോണിലേക്ക് നോക്കിയിട്ടൊന്ന് തൊഴുതു. പിന്നീട് ആ തിടപ്പള്ളി നോക്കി തൊഴുതു. പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ചുമരിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. ആ പച്ച കളറിലുള്ള ആലില, അതിൻ്റെ മുകളിലുള്ള നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അപ്പോൾ കണ്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ആ ഗണേശൻ്റെ അടുത്ത് വരികയാണ്. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ നല്ല അലങ്കാരം. പുറകുവശം മുഴുവൻ പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ട്. കൊമ്പും തുമ്പി കൈയൊക്കെ ചന്ദനം കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. നല്ല നല്ല രസമായിട്ടുള്ള അലങ്കാരം കേട്ടോ. നല്ല മുഴുവനായിട്ടും അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട് ഗണേശന്. അപ്പോൾ എല്ലാവരും കണ്ടു പ്രാർത്ഥിച്ചോളും. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് അവിടുന്ന് ഏത്തൊട്ട് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി അറയിൽ ആ ഫോട്ടോ കാണാം. അവിടെയും വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു മാലയാണ് കാണാനുള്ളത്. 2 സൈഡ് 3 ഇതിലിങ്ങനെയുള്ള വീതിയിലുള്ള, അതിൽ നടുക്ക് ചുവന്ന പൂവ് വെച്ചിട്ട് നല്ല രസമായിട്ടുള്ളൊരു മാല. അപ്പോൾ സരസ്വതി ദേവീനെ കണ്ട് തൊഴുക.
സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ട് തൊട്ട് തലോടി തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അവിടുന്ന് ഇങ്ങനെ മേൽശാന്തിർ അവിടെ ഇരിക്കുമ്പോൾ ആ നവനീത ഓദിക്കൻ ഇരിക്കണു. ചെറിയ കുട്ടിയാണ് അദ്ദേഹം, പരമേശ്വര ഓദിക്കൻ്റെ മകൻ. നന്നായിട്ട് ഉള്ള അലങ്കാരമൊക്കെ ഇട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിന് ശേഷം നേരെ വാമനാവതാരം കാണാം. പിന്നെ വിഷ്ണുവിൻ്റെ, അതായത് ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന വിഷ്ണു, അതേപോലെ ഗജേന്ദ്രമോക്ഷം ഒക്കെ കണ്ട് തൊഴുത് പിന്നെ അടുത്തതായിട്ട് അനന്തശായിയായി കിടക്കുന്ന അനന്തപത്മനാഭൻ്റെ അടുത്ത് വരിക. അവിടെ വരുമ്പോഴോ നിറയെ അലങ്കാര, മുകളിലിങ്ങനെ അതേമാതിരി വെളുത്ത പൂവും താമരയൊക്കെ അനന്ത പത്മനാഭൻ്റെ മുകളിലിങ്ങനെ മേലിങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അതിന് ശേഷം ഭഗവാന്റെ തിരുനടയുടെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ദശാവതാര രൂപങ്ങളൊക്കെ കാണാം. 3 രാമന്മാരെയും ഒക്കെ കണ്ട് കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകൻ്റെ അടുത്ത് വരാം. മുരുകൻ്റെ അടുത്ത് വന്ന് തൊഴുക. അത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് അലങ്കാരമൊന്നും അധികമില്ല. ആകെ ഒരു എന്താ പറയുക, ഒറ്റ മാലകൾ, ഒരു മാല മാത്രമേ കാണാനുള്ളൂ, വെറ്റിലമാല മാത്രം. മറ്റ് അലങ്കാരങ്ങളൊന്നുമില്ല, കുങ്കുമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളും. കുങ്കുമം കുറച്ചുണ്ടോ എന്ന് സംശയം പറയുന്നു. അത്രയേ ഉള്ളൂ, അങ്ങനെ തോന്നുന്ന പോലെ വളരെ കുറച്ചേ ഉള്ളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ തൊഴുതു. അതിന് ശേഷം നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹം കണ്ട് തൊഴുത് അവിടെ ഒരു തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഓവിൻ്റെ അവിടെ വരിക. ഓവിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി പ്രാർത്ഥിക്കാം. പിന്നെ ഓവിൻ്റെ അവിടുന്ന് പടിഞ്ഞാറ് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അവിടുന്ന് വീണ്ടും കിഴക്ക് വശത്തേക്ക് വന്നാൽ ഗ്രില്ല് കാണാം. ഗ്രില്ലിന് അപ്പുറത്തേക്ക് കടന്ന മണിക്കിണർ കാണാം. മണിക്കിണർ കണ്ട് തൊഴാം. പിന്നെ നൃത്ത അറയിലേക്ക് നോക്കിയാൽ അവിടെ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കുക. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വരുമ്പോൾ കുറൂരമ്മേനെയും കൃഷ്ണാട്ട വിഗ്രഹവും നാരദരെയും എല്ലാവരെയും കണ്ടിങ്ങനെ തൊഴുത് വടക്കേ നടയിലൂടെ പുറത്ത് വരാം. പിന്നീട് നമ്മൾ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അവിടെയൊക്കെ നല്ല തിരക്കാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പോയിട്ട് ഭഗവതിയെ കാണാം. ഭഗവതി ഇന്ന് വളരെ മനോഹരമായിട്ടുള്ള നല്ല സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്. പുറകുവശം മുഴുവൻ ആടയാഭരണങ്ങൾ ഇങ്ങനെ കാണുന്നു. എല്ലാ ഭാഗങ്ങളും നന്നായിട്ടുണ്ട്. പിന്നെ നല്ലൊരു പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല വലിയ നെക്ലസ് ഭഗവതി അണിഞ്ഞിട്ടുണ്ട്. നമ്മളെ തന്നെ തുറിച്ചല്ല, നമ്മളെ തന്നെ നോക്കുന്ന പോലെ, ഇമ വിടാതെ നമ്മളെ നോക്കുന്ന പോലെയാണെന്ന് ഭഗവതിയുടെ ആ ഒരു കാഴ്ച. നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളോട് കണ്ണും തമ്മിൽ ഉടക്കുന്ന പോലെയുള്ള ആ ഒരു കാഴ്ചയാണെന്ന് ഭഗവതി നമ്മളോട്, അതായത് മക്കളോട് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ച് പറയുന്ന പോലെ ഉള്ള ഒരു പ്രകൃതമാണ്. അപ്പോൾ എല്ലാവരും ആ ഭഗവതീനെ പ്രാർത്ഥിച്ചോളൂ. എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട്, എല്ലാവരുടെയും വിഷമങ്ങൾ തീർക്കാനായിട്ടാണ് ഭഗവതി ഇന്ന് ചോദിക്കുകയാണ്, എന്താ നിൻ്റെ പ്രശ്നം മോനെ അല്ലെങ്കിൽ മോളെ എന്ന് ചോദിക്കുന്ന പോലെ. അപ്പോൾ എല്ലാവരും പറഞ്ഞോളൂ. ആ ഭഗവതിയുടെ തിരുമുമ്പിലാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ നമ്മുടെ അവിടുന്ന് തൊഴുതു. പിന്നീട് വരുമ്പോൾ വടക്കേ ദിക്കിലെത്തിയിട്ട് തിരിഞ്ഞിങ്ങടെ നോക്കിയാൽ വടക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കുക. മമ്മിയൂരപ്പനെ കണ്ട് തൊഴുക.
നമഃശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു പ്രതീക്ഷയാവും. ആ ഒരു അനുഗ്രഹം, മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വരിക. കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വരാൻ കുറച്ച് നേരം തിരക്കൊക്കെയാണ്. എന്നാലും അതിലൂടെ വരുമ്പോൾ ഒരിക്കൽ കൂടി ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ, ഓടക്കുഴൽ പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുക. പിന്നീട് കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നാൽ ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണു. വേദപാരായണമൊക്കെ നടത്തുന്ന കൂത്തമ്പലം നോക്കി തൊഴുക. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്തും നല്ല രസമായിട്ടുള്ള അലങ്കാരമാണ്. നല്ല വെളുത്ത പുടവ പോലത്തെ മുണ്ടൊക്കെ ചുറ്റിയിട്ട് നീല കളറ് മുണ്ട് വേറെ വെച്ചിട്ടുണ്ട്. പുറകു വശത്തായിട്ട് നിറയെ അലങ്കാരങ്ങളുണ്ട്, നിറയെ പൂക്കളാൽ അർച്ചന കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം നമ്മൾ നേരെ പടിഞ്ഞാറ് വശത്ത് വന്നാൽ ആ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിൻ്റെ മുകളിലെ വേണുഗോപാല സ്വരൂപം കണ്ട് തൊഴുക. പിന്നീട് ഒന്ന് പുറകു വശത്തേക്ക് ഇങ്ങോട്ട് പിന്നിലേക്ക് മാറി നിന്നാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ആ ഗരുഡധ്വജനെ കണ്ട് തൊഴാം. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു, ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയി തൊഴുതു എന്നെല്ലാവരും, എന്നെ കേൾക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് എന്ന് സ്വയം വിശ്വസിക്കുക. അപ്പോൾ ആ ഗുരുവായൂർ വന്ന ഗുരുവായൂരപ്പനെ ദർശിച്ച ആ പ്രതീതി ഉണ്ടാവും, ആ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.